നിങ്ങൾ ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ ആപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലേ? ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് വരും. എന്തിനാ ഈ അപ്ഡേറ്റ് വരുന്നത്? ഓരോ ആപ്ലിക്കേഷനും പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷനിൽ കൂടിയാണ്. അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നോ നമ്മളെങ്ങനെ അറിയുക? സാധാരണ നമ്മളെന്താ നോക്കുക, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നിക്കോ നോക്കുക, ആ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യും, അതിൻ്റെ ആപ്പ് ഇൻഫോ അല്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻഫോ പേജിലേക്ക് പോയാൽ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഏറ്റവും അടിയിൽ ആപ്പ് ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ അതിന് അപ്ഡേറ്റ് വന്നിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഒന്നിച്ച് അപ്ഡേറ്റ് വന്നിക്കോ ഇല്ലയോ നോക്കുക. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കണ്ടല്ലോ, ആഴ്ചക്ക് ഒരു ദിവസം ഒന്നിച്ചങ്ങ് നോക്കുക. അതിനെന്താ ചെയ്യുക? അതിന് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നമുക്ക് ഓരോന്ന് സെർച്ച് ചെയ്തെടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് സെർച്ച് എടുത്താൽ ഓരോ ആപ്ലിക്കേഷനും ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷെ അതിലല്ലോ വേണ്ടത് ഒന്നിച്ചല്ലേ. അതിനെന്താ ചെയ്യേണ്ടത്? മേലെ പ്രൊഫൈൽ ഐക്കണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ഡേറ്റ് അവൈലബിൾ എന്നുള്ള രണ്ടാമത്തെ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് വന്നിക്കും നമുക്കിവിടെ കാണാം. ഒന്നിച്ച് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതിലെല്ലാത്തിനും അപ്ഡേറ്റ് വന്നിക്കില്ല. ഞാൻ കുറേ ആയി നോക്കാം, ഇത് എല്ലാത്തിനും ഉണ്ട്. അപ്ഡേറ്റ് ഓൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൊത്തം ആപ്ലിക്കേഷന് ഒറ്റ ക്ലിക്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്നാലും നമുക്ക് ഇത് തീർത്തും വേണ്ടല്ലോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രം മതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോന്നും നോക്കിയിട്ട് അതിന് നേരെയുള്ളത് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ഡേറ്റ് ആകുന്നെങ്കിൽ മേലെ പോരുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ ഒറ്റ ക്ലിക്കിൽ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ മേലെ അപ്ഡേറ്റ് ഓൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. സംഭവം ഉപകാരമാണെന്നോ? ഉപകാരമാണെങ്കിൽ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.